അമേരിക്കയും ജപ്പാനും തമ്മിൽ വമ്പൻ വ്യാപാര കരാർ പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ ഭാഗമായി അമേരിക്കയിൽ $550 കോടി നിക്ഷേപം ജപ്പാൻ നടത്തും. ഇതിന് പകരമായി ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ അമേരിക്ക 15% കുറയ്ക്കും. ട്രംപിന്റെ സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. ജപ്പാന്റെ $550 കോടി നിക്ഷേപ വാഗ്ദാനത്തിലെ ആദ്യഘട്ടമെന്ന നിലയിൽ $36 കോടി 3 വൻകിട പദ്ധതികൾക്കാണ് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി തുടക്കമിടുന്നത്. ടെക്സസ്, ഒഹായോ, ജോർജിയ എന്നീ സംസ്ഥാനങ്ങളിലായി ഊർജം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതികൾ. ഈ കരാർ അമേരിക്കൻ വ്യവസായ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് പറഞ്ഞു. $33 കോടി ചെലവിൽ പോർട്സ്മൌത്തിൽ നിർമ്മിക്കുന്ന പ്രകൃതിവാതക ഒഹായോയിലെ വൈദ്യുത നിലയമാണിത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വാതക വൈദ്യുത നിലയമായിരിക്കും ഇത്. വർഷത്തിൽ 9.2 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് ഒഹായോയിലെ മുഴുവൻ വീടുകൾക്കും വെളിച്ചമേകാൻ പര്യാപ്തമാണെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുറ്റ്നിക് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്ററുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്ലാന്റ് വലിയ കുതിപ്പാകും. ജാപ്പനീസ് കമ്പനിയായ സോഫ്റ്റ് ബാങ്കിന്റെ ഉപകമ്പനിയായ SB എനർജിയാണ് ഇതിന്റെ നടത്തിപ്പുകാർ. $2.1 കോടി ചെലവിൽ കടലിൽ നിർമ്മിക്കുന്ന ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനൽ സെന്റിനൽ മിഡ്സ്ട്രീം എന്ന കമ്പനിയാണ് ഇത് വികസിപ്പിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ പ്രതിവർഷം 20 മുതൽ 30 കോടി ക്രൂഡ് ഓയിൽ കയറ്റുമതിയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഊർജ്ജ വിതരണക്കാർ എന്ന അമേരിക്കയുടെ സ്ഥാനം ഇത് ഉറപ്പിക്കും. $60 കോടി ചെലവിൽ നിർമ്മിക്കുന്ന ഈ ഫാക്ടറി വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കൃത്രിമ വജ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കും. സെമി കണ്ടക്ടർ നിർമ്മാണത്തിനും മറ്റാവശ്യമായ ഇത്തരം വജ്രങ്ങൾക്ക് അമേരിക്ക നിലവിൽ പ്രധാനമായും ചൈനയെയാണ് ആശ്രയിക്കുന്നത്. ഈ ഫാക്ടറി വരുന്നതോടെ അമേരിക്കയുടെ 100% ആവശ്യങ്ങളും ഇവിടെ തന്നെ നിറവേറ്റാനാകും. ലോകത്തെ ഏറ്റവും വലിയ ഡയമണ്ട് ഉൽപ്പാദകരായ ഡി ബിയേഴ്സ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള എലമെന്റ് സ്വിക്സ് എന്ന കമ്പനിയാണ് ഇത് പ്രവർത്തിപ്പിക്കുക.